നമസ്കാരം. ആരോരുമില്ലാതെയായ ഇരുണ്ട മുറിയിൽ ഭീകരമായ പീഡനമേറ്റ ആ സഹോദരിമാർ പരസ്പരം കെട്ടിപ്പിടിച്ച് അലറി വിളിച്ചു. ഇരുവരുടെയും വാ പൊത്തിപ്പിടിച്ച് അയാൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ അയാൾക്ക് വഴങ്ങി. അമ്മയെ കാണണമെന്ന് കരഞ്ഞു വിളിച്ചെങ്കിലും കേൾക്കാൻ ആരുമില്ലായിരുന്നു. 6 മാസത്തോളം തടവറയ്ക്ക് സമാനമായ ജീവിതമാണ് ഈ കുരുന്നുകൾ അനുഭവിച്ചത്. കുട്ടികളുടെ ബാല്യം നഷ്ടപ്പെടുത്തിയ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് ജഡ്ജി ആർ രേഖ വിധിന്യായത്തിൽ പറയുന്നു. സഹോദരിയുടെ മുന്നിൽ വെച്ച് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അമ്മൂമ്മയുടെ കാമുകന് വീണ്ടും മരണം വരെ ഇരട്ട ജീവപര്യന്തം കഠിന തടവും വിധിച്ചിരിക്കുകയാണ്. 2020-2021 കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്മയും അച്ഛനും ഉപേക്ഷിച്ചതിനെ തുടർന്ന് കുട്ടികളുടെ സംരക്ഷണ ചുമതല അമ്മൂമ്മയ്ക്കായിരുന്നു. അമ്മൂമ്മയുടെയും ഭർത്താവ് ഉപേക്ഷിച്ചിരുന്നു. ഈ സമയത്താണ് പ്രതിയുമായി അടുപ്പത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തത്. ഈ സമയങ്ങളിൽ അമ്മൂമ്മ പുറത്തുപോയ സമയത്താണ് പ്രതി കുട്ടികളെ പീഡിപ്പിച്ചു തുടങ്ങിയത്. ഇരുവരെയും ഒരുമിച്ച് പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. കുട്ടികളെ അശ്ലീല വീഡിയോകൾ കാണിക്കുകയും കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രതി അമ്മൂമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 6 മാസങ്ങളായിട്ടുള്ള നിരന്തരമായ പീഡനത്തിൽ കുട്ടികളുടെ രഹസ്യഭാഗത്ത് മുറിവേറ്റിരുന്നു. പീഡിപ്പിക്കുമ്പോൾ കുട്ടികൾ പൊട്ടിക്കരയുമെങ്കിലും കഥ കടച്ചിട്ടിരുന്നതിൽ ആരും കേട്ടില്ല. ഒരു ദിവസം കഥ അടയ്ക്കാതെ പീഡിപ്പിച്ചത് അയൽവാസി കണ്ടതാണ് സംഭവം പുറത്തറിയാനിടയായത്. കുട്ടികൾ നിലവിൽ ഷെൽട്ടർ ഹോമിലാണ് താമസിക്കുന്നത്. മുരുക്കുംപുഴ, വരിക്കമുക്ക് എന്നിവിടങ്ങളിൽ താമസിക്കുമ്പോഴാണ് പ്രതി അമ്മൂമ്മയ്ക്കൊപ്പം താമസിക്കാൻ എത്തിയത്. അമ്മ ദുബായിൽ ജോലിക്ക് പോയതിനു ശേഷം കുട്ടികളെ വിളിച്ചിട്ടില്ല. അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഏകാശ്രയം അമ്മൂമ്മ മാത്രമായിരുന്നു. അമ്മൂമ്മയോടെ പ്രതിക്ക് അടുപ്പമുണ്ടായതിനാൽ അമ്മൂമ്മയോട് പറഞ്ഞതുമില്ല. മുരുക്കുംപുഴയിൽ വെച്ച് അടുത്തു താമസിക്കുന്ന രാജൻ എന്നയാളുടെ മുറിയിൽ പറയാൻ പോയെങ്കിലും ഭയന്ന് പറഞ്ഞില്ല. കുട്ടികൾ അവിടെ നിന്നും കരഞ്ഞപ്പോൾ രാജന് സംശയം തോന്നിയിരുന്നു. പിന്നെ രാജൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് പീഡനം കണ്ടതും സംഭവം വീടുടമസ്ഥയായ മോളിയോട് പറഞ്ഞു. തുടർന്നാണ് മംഗലപുരം പോലീസ് വിവരം അറിഞ്ഞത്. 9-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ അമ്മൂമ്മയുടെ കാമുകനായ പ്രതി വിക്രമന് മരണം വരെ ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 60,000 രൂപ പിഴയ്ക്കുമാണ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത്. പ്രതിക്ക് 69 വയസ്സാണ്. അനിയത്തിയായ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ ആഴ്ച ഇരട്ട ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചിരുന്നു. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടുതൽ തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണം. ഇത് കൂടാതെ 14 വർഷം കഠിന തടവും അനുഭവിക്കണം. കേസ് വിസ്താര വേളയിൽ 2 കുട്ടികളും കരഞ്ഞതിനാൽ കേസ് വിസ്താരം പലതവണ നിർത്തിവെച്ചിരുന്നു. മൂത്ത കുട്ടിയോട് അച്ഛൻ വിളിച്ച് തനിക്ക് നാണക്കേടായതിനാൽ മൊഴി പറയരുതെന്ന് ആവശ്യപ്പെട്ടതിനാൽ ആദ്യം കുട്ടി മൊഴി പറയാൻ വിസമ്മതിച്ചു. പിന്നീട് അനിയത്തി കൊടുത്ത ധൈര്യത്തിലാണ് മൊഴി പറഞ്ഞത്. 2 കേസുകളും ചിട്ടയായി നടത്താൻ പ്രോസിക്യൂഷന് സാധിച്ചതിനാൽ പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകാനും സാധിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. കേസിലെ സാക്ഷികൾ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി പറയുകയും ചെയ്തു.